ഇന്ത്യൻ സിനിമയിൽ റീ റിലീസ് എന്നത് ട്രെൻഡായി മാറിയിരിക്കുകയാണ്. എന്നാൽ ഹോളിവുഡിൽ നേരത്തെ തന്നെ നടപ്പിലുള്ള കാര്യം തന്നെയാണ് ഇത്. ഇപ്പോഴിതാ ഒരു ഹോളിവുഡ് ചിത്രത്തിന്റെ ലിമിറ്റഡ് റിലീസ് കേരളത്തിലും തരംഗം സൃഷ്ടിക്കുകയാണ്. പ്രദർശനം ഇന്ന് അവസാനിക്കവേ ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയ കളക്ഷൻ സംബന്ധിച്ച കണക്കുകൾ പുറത്തുവരികയാണ്. ക്രിസ്റ്റഫർ നോളന്റെ സംവിധാനത്തിൽ 2014 പുറത്തെത്തിയ എപ്പിക് സയൻസ് ഫിക്ഷൻ ഡ്രാമ ചിത്രം ഇന്റർസ്റ്റെല്ലാർ ആണ് ഇത്. ആദ്യ റിലീസിന്റെ സമയത്ത് തന്നെ വമ്പൻ ബോക്സ് ഓഫീസ് വിജയവും ലോകമെമ്പാടും ആരാധകരെയും നേടിയ ചിത്രമാണ് ഇത്. 10 വർഷത്തിനു ശേഷം റീ റിലീസ് ആയി എത്തുമ്പോഴും വൻ തിരക്കാണ് ചിത്രത്തിന് ലഭിക്കുന്നത്. കേരളത്തിലും അത് അങ്ങനെ തന്നെയാണ്. ഐമാക്സിൽ ചിത്രം കാണാനാണ് ഏറ്റവും തിരക്കുള്ളത്. കേരളത്തിൽ ആകെയുള്ള 2 ഐമാക്സ് തിയേറ്ററുകളിലും റിലീസ് തീയതിക്ക് ഏറെ മുൻപ് തന്നെ ടിക്കറ്റുകൾ ഏറെക്കുറെ വിറ്റിരുന്നു. 4DXനൊപ്പം സാധാരണ 2D പതിപ്പിലും ചിത്രം പ്രദർശിപ്പിക്കുന്നുണ്ട്. റീ റിലീസിന്റെ അവസാന ദിനം ഇന്നാണ് എന്നതിനാൽ സിനിമാ പ്രേമികളെ സംബന്ധിച്ച് ചിത്രം ബിഗ് സ്ക്രീനിൽ കാണാനുള്ള അവസാന അവസരം കൂടിയാകും ഇത്. ഐമാക്സ് ഷോകൾക്ക് മുൻവരിയിലെ 1-2 സീറ്റുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. എന്നാൽ 2D പതിപ്പുകൾക്ക് ടിക്കറ്റുകൾ ലഭ്യമാണ്. കേരളത്തിലെ മറ്റ് പ്രധാന സെന്ററുകളിലും 2D പതിപ്പുകൾക്ക് പ്രദർശനമുണ്ട്. അതേസമയം ചിത്രം കേരളത്തിൽ നിന്ന് ഇതുവരെ നേടിയ കണക്കുകളും പുറത്തുവന്നിട്ടുണ്ട്. 7-ാം തീയതിയായിരുന്നു ചിത്രത്തിന്റെ റീ റിലീസ്. 6 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് ചിത്രം 2.50 കോടിയാണ് ബോക്സ് ഓഫീസിൽ നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.